ഡാനി നിന്നെ ഇനി എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ദേ ഈ കമ്പ് മുറി വിടണം. എന്നെങ്കിലും ഞാൻ എന്നെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടോ? അന്ന് എന്തെങ്കിലും ഒരു പുലിവാലുണ്ടാവും. തല്ല് വരുമ്പോ അത് എനിക്കിട്ട് പിരിക്കും. എന്നാലോ കിരീടം മോഷ്ടിച്ചതാരായിരിക്കും? ആ ജീപ്പിന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്യാൻ നമുക്ക് തോന്നിയില്ലല്ലോ. നീ ആയിരുന്നോ പോലീസോ? എടാ മണ്ട, നമ്മുടെ മിടുക്കൊല്ല കള്ളനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അതൊരു ത്രില്ലല്ലേ? കേൾക്കുമ്പോ തന്നെ ഒരു രസമല്ലേ? ആ കേൾക്കുമ്പോ നല്ല രസാ. ഇനിയിപ്പോ കളർ വെച്ച് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാ എല്ലാ ജീപ്പിനും കളർ ആഷ് തന്നെയാ. അപ്പൊ അത് നടപ്പില്ല. ആ ജീപ്പ് ഒന്ന് കണ്ടുപിടിക്കാൻ എന്താ ഒരു മാർഗം? ഇക്രമോൻ എന്താ പറയുന്നേ? വെള്ളക്കുതിര. ജീപ്പ് ജീപ്പ്. ജീപ്പോ? ആ ജീപ്പ്. ആ ജീപ്പ് കണ്ട എനിക്കറിയാം. ജീപ്പ് ജീപ്പ് എനിക്കറിയാ. എങ്ങനെ പറ ഇക്രമോൻ പറ. പറയാം പറയാം. ഈ കമ്പ് മുറി കൂടട്ടെ. മുറി കൂടി. പറയടാ കുട്ടാ. പറ മോനെ, നമുക്ക് കള്ളനെ പിടിക്കണ്ടേ? നല്ല കൂട്ടനല്ലേ ഇക്രമോൻ, പറ. പറയടാ കുട്ടാ. ആ ജീപ്പിന്റെ മുന്നിലെ ഒരു കുതിര ഉണ്ടായിരുന്നു. കുതിരയോ? എന്ത് കുതിര? വെള്ളക്കുതിര. അതിന് ഞാൻ പിടിച്ചോണ്ടിരുന്നപ്പല്ലേ ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞത്. இதல்ல இல்ல வெள்ளக்குதிரொன்னும் வாடா போவா. அந்த பசங்களுக்கு சந்தேகம், குதிரை வச்ச ஜீப்பை தேடுறாங்கன்னு தோணுது. போலீஸ்காரன் வீட்டு பசங்க, அவங்க கண்ணுல நாம படக்கூடாது. ஜாக்கிரதை. வேன், அம்பாசிடர், ஹோண்டா, மெட்டடோர், അംബാസഡർ. അംബാസഡർ. ആ ദാണ്ടാ ഒരു ജീപ്പ്. വാടാ. കുതിരയില്ല. കുതിരയില്ല. പോടാ വരിക. എന്റെ അമ്മോ മടുത്തു. ആ ജീപ്പ് ഇവിടെ അല്ലെന്നാ തോന്നുന്നേ. കള്ളന്മാരെ പിടിക്കാന്ന് പറഞ്ഞാ അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ലടാ. മോനെ ഐസ്ക്രീം. ആ ഫാനും ഇപ്പൊ ഇങ്ങോട്ട് വരണം. അവന്മാരെ ഇടിച്ച് ചെരുപ്പെടുത്തി കളയും. ആളെ കൈ കിട്ടിയാലേ ഫാൻ ഇടിക്കൂ. ആളെ കണ്ടുപിടിക്കാൻ മാൻഡ്രക്കാൻ മിടുക്കൻ. ഓ പിന്നെ ചോപ്പോടുള്ള സുൽത്താനെ കണ്ടുപിടിച്ചാരാ? ഫാൻഡമാ. ഫാൻഡം ഒറ്റ ഇടി സുൽത്താന്റെ മോന്റെ നിറയെ തലയൊട്ടി. അത് ശരിയാ, പക്ഷെ ഫാൻഡത്തിന് ബുദ്ധിയില്ല. ബുദ്ധി മാൻഡ്രക്കിനാ. ഇന്റർനെറ്റിലെ തലവനാരാ? മാൻഡ്രക്ക. ഓ അത് പള്ളി പറഞ്ഞാ മതി. ഓജോയാ. ലോദരാ. കുതിര. വെള്ളക്കുതിര. ചങ്കു അത് തന്നെ ജീപ്പ്. അത് തന്നെ ജീപ്പ്. പോടു വാ.
കുതിര. ദാ പോന്നാ വാ. എന്താ? ടേക്ക് യുവർ സീറ്റ്. വാ. അതാ അവൻ അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് തിരിച്ചു പോവാം. പോയി മുത്തശ്ശനെ വിളിച്ചോണ്ട് വരാം. അങ്ങനെ അങ്ങ് പേടിച്ചാലോ? ഞാൻ ഇല്ലടാ. നാണം ഇല്ലാതെ എല്ലാവരുടെയും കിരീടം മോഷ്ടിച്ചോണ്ട് പോയിട്ട് അതൊക്കെ പറ. തിന്നട്ടെ തിന്നട്ടെ, ഇന്ന് എന്ത് വേണമെങ്കിലും തിന്നട്ടെ. നാളെ തുടങ്ങി ഗോമുട്ട തിന്നാനുള്ളതല്ലേ. എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശക്കുന്നു. നിന്റെ ഈ കാശുണ്ടോ? പിന്നെ 20 rupees. എന്ത് വേണമെങ്കിലും കഴിച്ചോ. Order, please. ഓർഡറോ? എന്ത് ഓർഡർ? ചോറുതാ. We want meals. Which type meals you want? We want ചിക്കൻ ഫ്രൈ, മസാല ദോശ, തന്തൂരി ചിക്കൻ, ഫ്രൈഡ് റൈസ്, ചപ്പാത്തി. ചിക്കൻ, ഫ്രൈഡ് റൈസ്, പൊറോട്ട. പെറോട്ട, ചപ്പാത്തി, ഫിഷ് ഫ്രൈ, ചിക്കൻ സൂപ്പ്, ഫ്രൈഡ് റൈസ്. Excuse me. Phone. അയ്യോ, എന്നെ ഒന്ന് വിടൂ. ഞാൻ വീട്ടിൽ പോയി എടുത്തോണ്ടിരാമല്ലോ. കാശ് മുഴുവൻ കൊടുത്തിട്ട് പോയാ മതി. എന്റെ വീട് ഇവിടെ അടുത്താണ്. ഞാൻ സൈക്കിളിൽ പോയി എടുത്തോണ്ടിരാന്ന്. നടക്കണ ഇങ്ങോട്ട്. അയ്യോ, ഇത്രയും കാശാവുന്ന ഞാൻ വിചാരിച്ചില്ല. അറിയാൻ പറ്റുന്നല്ലേ. ആ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ഞാൻ വീട്ടിൽ പോയി എടുത്തോണ്ടിരാന്ന് കാശ്. നടക്കടാ. അയ്യോ, അറിയാൻ പറ്റുന്നല്ലേ. ഞാൻ സൈക്കിളിൽ പോയി എടുത്തോണ്ടിരാന്ന്. നടക്കടാ. എന്റെ വീട് ഇവിടെ അടുത്താണ്. നിങ്ങൾക്ക് പറഞ്ഞു തരാനും മനസ്സിലാവില്ലേ. ഞാൻ വീട്ടിൽ പോയി എടുത്തോണ്ടിരാ. എന്റെ നടക്കടാ. വീട് ഇവിടെ അടുത്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ. എന്ത് പറ്റി? എന്താ ഒരു ബഹളം? ബില്ല് കൊടുത്തപ്പോ കൈ പൈസ ഇല്ല. കുട്ടി ഏതാ? എവിടെയുള്ള? വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് വിട്ടാ മതി. ഛേ, എന്താ ഇത്? പാവം പയ്യൻ. എന്തിനാ ഇത്ര വലിയ ഹോട്ടലിലൊക്കെ കാശില്ലാതെ ഒറ്റയ്ക്ക് വന്നത്? ഒറ്റയ്ക്കല്ല, ദാ. ഓ, അത് ശരി. ഒറ്റയ്ക്കല്ല, കുറെ പേരുമായിട്ടാ. ദാ, നീ വന്നേ. സാരമില്ല, ബില്ല് ഞാൻ പേ ചെയ്തേക്കാം. ആ വന്നേ, വാ. വരാൻ. എങ്ങോട്ടാ? കൊള്ള സംഘത്തിലേക്കാ? കൊള്ള സംഘം?
അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാ എന്റെ പിന്നാലെ വന്നത്? നിങ്ങൾ കള്ളനല്ലേ? മ്യൂസിയത്തിലെ കിരീടം മോഷ്ടിച്ചത് നിങ്ങളല്ലേ? മ്യൂസിയത്തിലെ കിരീടോ? ഞങ്ങൾ കണ്ടല്ലേ, അന്നൊരു വെള്ളക്കുരുള്ള ജീപ്പിന് വന്നല്ലേ നിങ്ങൾ അത് മോഷ്ടിച്ചത്? വെള്ള കുതിരയുള്ള ജീപ്പോ? എന്റെ ജീപ്പിലെ കുതിരയല്ലല്ലോ, കാളയാണ്. കാളയോ? ആ, ശരി, കള്ളനല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരാ? ഇതുവരെ മനസ്സിലായില്ല? മനസ്സിലായി, അതല്ലേ പറഞ്ഞത് നിങ്ങൾ കള്ളനാണെന്ന്. നിങ്ങള് സിനിമ കാണാറില്ലേ? ഉണ്ടല്ലോ, അതല്ലേ കള്ളനാണെന്ന് പറഞ്ഞത്. അസൽ കള്ളലക്ഷണം. ഞാൻ കള്ളനൊന്നും അല്ല, അത്യാവശ്യം സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാ. പേര് മോഹൻലാൽ. യോ കൈയെടുത്തേ ഞാൻ കാണിച്ചു തരാം, കണ്ടോ? ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. ശരി, ഞാൻ പോട്ടെ. ദേ, അപ്പൊ പിന്നെ ശംഖുമുഖത്ത് ജീപ്പ് നിർത്തിയതിനാ ഞങ്ങളെ കണ്ട് പേടിച്ച്? നിങ്ങളെ കണ്ട് പേടിച്ചൊന്നുമല്ല, ഞാൻ എന്റെ ഫ്രണ്ട് ഡയറക്ടർ പ്രിയദർശനെ കണ്ട് നിർത്തിയതാ. ആ, എന്തൊക്കെയായാലും കണ്ടു. ഒരു ഓട്ടോഗ്രാഫ് വരെ സൗകര്യം ഉണ്ടോ? തരാം, വാ. നിന്നെ അയ്യോ, നീ ആരാടാ? ജെയിംസ് ബോണ്ടോ? നീ എന്നെ ആദ്യമായി കണ്ടിട്ട് കള്ളാന്നല്ലടാ വിളിച്ചത്. നിനക്ക് ഞാൻ തരാം. ഓടാ, ഓടാ, നീ നോക്ക്, ഓടാ. ഓടിക്കോ. ഈ പിള്ളേർക്കൊക്കെ എന്ത് പറ്റി? ഒരു ഓട്ടോഗ്രാഫ് തരുമോ? ഓടാ.